എവിടെ പോണയാണ് കുഞ്ഞാ? എവിടെ പോണയാണ്? എവിടെ വാ, ഇറങ്ങി വാ. എന്താ മോനെ? എന്നാടാ? എന്തോ? വരുവാ, നമുക്ക് ഒന്നിച്ചല്ലേ പോണേ? എന്തോ പറ്റി? എന്താണ് ഈ സൈക്കിൾ മാറിക്ക്? എന്തോ പറ്റി? കേറിക്കോ കേറിക്കോ. കേറിക്കോ. കണ്ട ആഴ്ച കൂട്ടുന്നതുമ്പൊക്കെ പെറുക്കുന്നത് കണ്ടാ? എവിടെ പോകണമെന്നറിയാമോ? ഞങ്ങളെ കാളികുളങ്ങര അമ്പലത്തിൽ കലം വെക്കാൻ പോണയാണ്. അപ്പോൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി അതിന് വേണ്ടിയിട്ടാണ്. കണ്ടാ കുഞ്ഞാ? കണ്ട എന്തൊരു കാത്ത നോക്കി വെക്കുന്നതുമ്പൊക്കെ പെറുക്കി വെക്കുന്നുണ്ട്. ഇനി വഴിയിൽ നിന്ന് ഇനി അപ്പുച്ചേച്ചി കൂടെ പിക്ക് ചെയ്യണം, എന്നിട്ട് വേണം പോകാനായിട്ട്. ഇങ്ങോട്ട് വാ പോകാം. വാ ഓടി വാ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കാളികുളങ്ങര അമ്പലത്തിലേക്ക് കലം വെക്കാനായിട്ട് വന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 10 ദിവസമായിട്ട് നടക്കുന്ന ഉത്സവമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ദണ്ട് വഴിപാട്. ദണ്ട് ഇതേപോലെ പാളയിൽ പൊതിഞ്ഞ് അടുക്കി മണ്ണിലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ഇതേപോലെ മണ്ണ് വെട്ടി കൂനയാക്കി അതിൻ്റെ മുകളിൽ ശക്തമായ തീ ഇട്ടിട്ട് അങ്ങനെയാണ് ഈ ദണ്ട് പുഴുങ്ങിയെടുത്ത് ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം കലം മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. കലം വെച്ച് അരിയിട്ട് അത് പായസമാക്കി പിന്നെ ഇതുപോലെ ചെറിയ പിടി ഉണ്ടാക്കും. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അതും വഴിപാടായിട്ട് സമർപ്പിക്കാം. നമ്മളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഓരോ ആൾരൂപം പോലെയൊക്കെ ഉണ്ടാക്കി അത് പുഴുങ്ങി ഇവിടെ വഴിപാടായിട്ട് സമർപ്പിക്കണം. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. പിന്നെ വലിയ വിളക്ക് അത് നാളെ നേരം വെളുക്കുമ്പോൾ 5:30 കേട്ടോ. അത് കാണാനായിട്ട് ഏതായാലും നിന്നില്ല, കാരണം സ്വരവാവയും കൂട്ടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് നല്ല വികൃതിയാണ്. കാരണം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മേയിച്ചെടുക്കാൻ നല്ല പാടാണ്. പിന്നെ വാവയുടെ പഴയ നൊസ്റ്റാൾജിക് കിട്ടി ഇവിടെ വന്നപ്പോൾ കേട്ടോ ആ പൂച്ചയെ. പിന്നെ ഞങ്ങൾ പറയൊക്കെ ഇട്ടു അത്യാവശ്യം തിരിച്ചു പോകുന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് പ്രസാദമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്ത് വാവയുടെ പൂച്ചയൊക്കെ ആയിട്ട് കയറി. എന്നാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കേ അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ മഴയുണ്ടായിരുന്നു. ഭാഗ്യം ഈ പറവൂർ ഭാഗത്തേക്കൊക്കെ മഴ പെയ്തിട്ടില്ല എന്ന് കരുതുന്നു. ഒരുപാട് പേരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പും അതിൻ്റെ അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലേ. എന്തായാലും പറവൂർ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം അവിടെ മഴയൊന്നും പെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാം. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടും ഐശ്വര്യത്തോടെയും നടന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പിയാണ്. ഹാപ്പി ലൈഫ്.